ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അവസാനമായതുകൊണ്ട് തന്നെ ആളുകൾ കുറച്ച് കുറവായിരുന്നു ഈ പൂജ നടക്കുന്നിടത്തേ. അതുകൊണ്ട് പൂജാവിധികളൊക്കെ കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റി. 3 ആനകളിൽ 1 ആന മാത്രമേ ശരിക്ക് നമ്മുടെ ഇരുന്നുള്ളൂ. ബാക്കി 2 ആനകൾ ഇരുന്നില്ല. എന്താണാവോ? അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് എല്ലാ ആനകളും അങ്ങനെ നടയിരിക്കില്ല അത്ര. നമ്മുടെ ഒപ്പം അമ്പലത്തിനുള്ളിൽ കയറി അതേ ആനകൾ തന്നെ കേട്ടോ ഇത്. ആനകളുടെ അടുത്ത് അതിൻ്റെ ഓണർമാരും കുടുംബാംഗങ്ങളും പിന്നെ എലിഫൻറ്റ് സ്ക്വാഡ്, വനം വകുപ്പ് എന്ന് വേണ്ട ആനയോട് ഇഷ്ടമുള്ള ആനയോട്ട് കാണാൻ താല്പര്യമുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതേ ആനയോട്ടിലെ ഗജപൂജ എന്ന് പറഞ്ഞ ചടങ്ങാണ്. കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞമാസം എന്നാണ് പഴമക്കാർ പറയാം. അപ്പോൾ ഈ മാസത്തിൽ ഈ ആനയൂട്ടും അതുപോലെ ഗജപൂജയൊക്കെ നടത്തി കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധി കൈവരിക്കുന്നതാണ് കേട്ടോ വിശ്വാസം. 60-ൽ പരം ആനകളാട്ടാ ഈ ആനയൂട്ടിൽ പങ്കെടുക്കണേ. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ആനയൂട്ടിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. ആനയൂട്ടിൻ്റെ പ്രധാന ഐറ്റംസായി നാളികേരം, അവിയൽ, പിന്നെ ശർക്കര, കരിമ്പ്, പൈനാപ്പിൾ, നെയ്യ് ഇതൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നാളികേരം തന്നെ പറഞ്ഞാൽ 12,000 നാളികേരമാണ് ഒരുക്കിയേക്കണത്. അതുപോലെ 2500 കിലോ ശർക്കര, 1000 കിലോ അവിയൽ. പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഈ ആനയൂട്ടെന്ന് പറയണത്. അതുകൊണ്ട് എല്ലാ ആനപ്രേമികളും ഈ പരിപാടി മിസ്സാക്കില്ല. ഈ കർക്കിടക മാസത്തിൽ തന്നെ കേട്ടോ ആനകളുടെ സുഖചികിത്സ നടക്കുക മെയിനായിട്ട്. അമ്പടാ, ശിവൻ ഇപ്പോഴേ സെറ്റാണ്. തുമ്പിക്കൈയും ഉയർത്തിപ്പിടിച്ച് ആളങ്ങനെ നിൽക്കുന്നുണ്ട്. അവന് മതിയായിട്ടില്ലെന്ന് തോന്നണം. ഭക്ഷണ സാധനങ്ങൾക്ക് പുറമെ ഔഷധക്കൂട്ടും നൽകുന്നുണ്ട് കേട്ടോ എല്ലാ ആനകൾക്കും. ഈ വട്ടം മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ വട്ടം 9 പീഡിയാനകൾ കൂടി ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കുട്ടി ആനകൾ പങ്കെടുക്കാറുണ്ട് ഈ ആനയൂട്ടിൽ. ഇപ്പോൾ അത് വളരെ കുറവാണ്. ഈ ആനയൂട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്നത് ഗുരുവായൂർ ആനക്കോട്ട എന്നുള്ള ആനകളാണ് കേട്ടോ. 1984 മുതലാണ് കേട്ടോ ആനയൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 40 കൊല്ലം പിന്നിട്ട് കഴിഞ്ഞു. പരികർമ്മി എന്ത് സന്തോഷത്തോടെയല്ലേ ആനേനെ ഊട്ടണേ, കാണുമ്പോൾ തന്നെ ഒരു രസം. തൃശ്ശൂരുടെ 2ാമത്തെ പൂരം തന്നെ കേട്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു മനോഹരമായ കാഴ്ചയുടെ ഉത്സവം. 4 വർഷത്തെ ഒരിക്കലും മാത്രമാണ് കേട്ടോ ഗജപൂജ നടത്തുള്ളൂ. ഇതുതന്നെയാണ് കേട്ടോ ഈ വട്ടത്തെ ആനയൂട്ടിൻ്റെ പ്രത്യേകതയും. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് പ്രത്യേകം ഒരുക്കിയിട്ടുള്ള പന്തലിലാണ് കേട്ടോ ഈ ഗജപൂജ നടത്തുന്നത്. ആനകളെ ഈ പന്തലിൽ നിർത്തിയിട്ട് ഗണപതിയായി സങ്കല്പിച്ച് പ്രത്യേക പൂജകൾ നടത്തുകയാണ് ഇതിൻ്റെ പ്രധാന ഘട്ടം. ആനകളെ കളഭം തൊടിയിച്ച് ചോറുരുളൊക്കെ നൽകി പൂജ കഴിച്ച് പിന്നീട് ആനയൂട്ടിനായിട്ട് പുറത്തേക്ക് ഇറക്കുകയാണ് ചെയ്യണം. തികച്ചും ഭക്തിസാന്ദ്രമാണ് ഈ ചടങ്ങുകൾ. ഈ ആനയൂട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ആനകൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ താരപതികളൊന്നും തന്നെ ഇല്ലാതെ എല്ലാ ആനകളെയും ഒരേപോലെ കണ്ടിട്ടാണ് ഈ ആനയൂട്ട് നടത്തപ്പെടുന്നത്. നല്ല മഴക്കാരുണ്ടായിരുന്നെങ്കിലും പൊടിമഴ മാത്രം നൽകി പ്രകൃതി അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ പൂജ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ആനയൂട്ടിലേക്ക്. അങ്ങനെ പൂജ കഴിഞ്ഞ് ആനകളെല്ലാം അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങി. അധികം വെയിലും ചൂടും ഒന്നുമില്ലാത്ത ഈ കാലാവസ്ഥ ആനകൾക്കും ഏറെ പ്രിയമുള്ളതാണ്. പൂരം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരുകാരും ആനപ്രേമികളും പൂരപ്രേമികളൊക്കെ ദിവസങ്ങളിൽ എനിക്ക് കാത്തിരിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അത്. മുൻ വർഷങ്ങളിലൊക്കെ 100-ലധികം ആനകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടേക്കണത്. എൻ്റെ പൊന്നെ, എന്താ തിരക്ക്! ഞാൻ പറഞ്ഞില്ലേ സൂചി കുത്താൻ സ്ഥലം ഉണ്ടാവില്ല എന്ന്. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു യുദ്ധം തന്നെ വേണ്ടി വരുമല്ലോ. പിന്നെ ഇന്നത്തെ ദിവസം കളക്ടർ തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി കൂടി കൊടുത്തതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ പിടിയാനകളാട്ടാ. പിടിയാനകളെ റൈറ്റ് സൈഡിലാണ് നിർത്തിയേക്കണേ. ഈ വട്ടം ആനയൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പിടിയാനകളിൽ നിന്നാണ്. മാധ്യമപ്രവർത്തകർക്കൊക്കെ നിൽക്കാൻ റൈറ്റ് സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടാ. അവിടെ നിന്ന് വളരെ കൃത്യമായിട്ട് അവർക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. സെലിബ്രിറ്റികൾ ആരും എത്തിയിട്ടില്ലേ, ആരും കാണാനില്ലല്ലോ.
വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ വിജയശാസനെയും അതുപോലെ ദിവ്യപിള്ളേനൊക്കെ ഇത്ര അടുത്ത് നേരിട്ട് കാണുന്നത്. ആനയൂട്ടിൽ പങ്കെടുക്കുന്ന ആനകളുടെ പേരുകളാണ് ഈ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. വിജയശാസൊക്കെ ആദ്യമായിട്ടാണ് കൊണ്ടിട്ടാ ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ തൃശ്ശൂർക്ക് വരണത്. ആനയൂട്ട് കാണാൻ വന്ന ഒരുപാട് ആൾക്കാർ ഒരു മയമില്ലാതെ അവരായിട്ട് സെൽഫികൾ എടുത്തുകൊണ്ടേയിരുന്നു. അതിനോടൊന്നും ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ അവർ സഹകരിക്കുന്നത് ഞാൻ കണ്ടു. ഇതാണ് നമ്മുടെ അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത്. കാണുമ്പോൾ തന്നെ എന്താണെന്നറിയില്ല, ഒരു രോമാഞ്ചം വരുന്നു. നാരായണൻ ആദ്യ ഉരുള സാവിത്രിക്കുട്ടിക്ക് കൊടുത്തിട്ടാണ് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യുക. ഭക്തജനങ്ങൾ ദയവായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഫോട്ടോഗ്രാഫർമാരുടെ ഗാലറിയിൽ അനാവശ്യമായി ആരും കയറി നിൽക്കരുത്. ഫോട്ടോഗ്രാഫർമാർക്ക് വീഡിയോ എടുക്കുന്നതിനുള്ള സൗകര്യം പ്രസ് കൊടുത്ത പാസുള്ളവർ മാത്രമാണ് അതിൽ കയറാൻ പാടുള്ളൂ. ഓം നമഃ ശിവായ. ക്ഷേത്രത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വനിതാ ആനകളെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വസ്ത്രം കൊടുത്ത് ആദരിക്കുകയാണ്. ആനയൂട്ടിൽ പങ്കെടുക്കുന്ന എല്ലാ വനിതാ ആനകളെയും വനിതാ പ്രാതിനിധ്യം നൽകി എല്ലാ വനിതാ ആനകളെയും വസ്ത്രം നൽകി ക്ഷേത്ര ഉപദേശക സമിതി ആദരിക്കുന്നു. ആ വസ്ത്രം ആനകളുടെ മേത്ത് ഒന്ന് വിരിച്ചിട്ടാൽ വളരെ നന്നായിരുന്നു. ആനകളെ ആദരിക്കുന്ന വസ്ത്രം ആനകളുടെ മേത്ത് ഒന്ന് വിരിച്ചിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാ വനിതാ ആനകളെയും ക്ഷേത്ര ഉപദേശക സമിതി വസ്ത്രം കൊടുത്ത് ആദരിക്കുകയാണ്. ആനകളുടെ പാപ്പന്മാരുടെ ശ്രദ്ധയ്ക്ക് ആനകളുടെ മുകളിൽ ആ വസ്ത്രം ഒന്ന് വിരിച്ചിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വസ്ത്രം ആനകൾക്ക് ഷാൾ ഇടുന്ന പോലെ ഒന്ന് ഇടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാ വനിതാ ആനകൾക്കും ആ വസ്ത്രം ആനയുടെ കഴുത്തിൽ ഷോൾ അണിയിച്ച പോലെ ഒന്ന് അണിയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് ക്ഷേത്ര മേൽശാന്തി എത്രയും പെട്ടെന്ന് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് ക്ഷേത്ര മേൽശാന്തിയെ എത്രയും പെട്ടെന്ന് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്ര മേൽശാന്തി ആദ്യ ഉരുളപ്പ് നൽകി കൊടുക്കുകയാണ്. വോളണ്ടിയർമാരുടെ നിർദ്ദേശമനുസരിച്ച് ബാക്കിയുള്ള ആനകൾക്കും ഭക്ഷണം നൽകാവുന്നതാണ്. എല്ലാ ആനകൾക്കും ഭക്ഷണം കൊടുത്തു തുടങ്ങാമെന്ന് അറിയിച്ചു കൊടുക്കുന്നു. ക്ഷേത്ര മേൽശാന്തി ചെറുപ്പന ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. ഇനി ഭക്തജനങ്ങൾ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ്. ക്ഷേത്രം പ്രസിഡന്റ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ സാർ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും ആനയൂട്ട് കാണുവാൻ അവസരമൊരുക്കിയ അർജുൻ പാണ്ഡ്യൻ സാർക്ക് ഒരു നന്ദി നമ്മുടെ ഇവിടെ അറിയിക്കുന്നു. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആനകൾക്ക് അലോസരമുണ്ടാകാത്ത വിധം ആനകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണ്. ആനകൾക്ക് ഒരു അലോസരവും ഉണ്ടാകാതെ പാപ്പാമാരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രം ആനകൾക്ക് സമീപം ചെന്ന് ഭക്ഷണം കൊടുക്കേണ്ടതാണ്. വോളണ്ടിയർമാരുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കേണ്ടതാണ്. ആനകളെ കൊമ്പിൽ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. ആനകളെ ഉപദ്രവിക്കരുത്. ആനകളുടെ കൊമ്പിൽ തൊടുകയോ ഒന്നും ചെയ്യരുത്. പാപ്പാമാരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രം ആനയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണ്. വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് ആനകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തിക്കും തിരക്കും ബഹളായി.
കുറേ പേര് അവരുടെ കയ്യിലുള്ള ഭക്ഷണം ആന വാങ്ങാത്തതിൽ ഭയങ്കര പരിഭവം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആനയ്ക്ക് ഒരു വായിലുള്ളൂ. ആനയ്ക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, എൻ്റെ പൊന്നു മോനത് ഇറക്കിക്കോട്ടെ എന്ന്. പരിപാടി ഏകദേശം കഴിയാറെന്ന് മനസ്സിലാക്കിയ പാപ്പാന്മാർ ആനകളെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ചില കുതിയന്മാരെ കൊമ്പന്മാർ പിന്നെയും ഓട്ടം തുടർന്നു. ഇതിലെല്ലാ ഫുഡും എല്ലാ ആനയ്ക്കും പറ്റില്ല. കുറേ ഭക്തജനങ്ങൾ അവരുടെ കയ്യിലുള്ള കുറേ ഫുഡുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാ വീണ്ടും വിജയ് യേശുദാസ് എൻ്റെ കൺമുമ്പിൽ. പുള്ളി കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല. ആര് സെൽഫി ചോദിച്ചാലും പുള്ളി ഒരു കുഴപ്പമില്ലാണ്ട് നിന്നോടും. ഒരു വിഷമവും ഇല്ല പുള്ളിക്ക്, ഒരു ജാടയില്ല. സിമ്പിളായിട്ടാണ്. ആര് ഫോട്ടോ എടുക്കാമെന്നാലും ഏതവൻ ചോദിച്ചാലും ഒരു വിഷയമില്ല പുള്ളിക്ക്. പക്ഷേ എന്തോരം ആൾക്കാരെ നമ്മൾ കാണുന്ന ആ സെലിബ്രിറ്റികൾ, അവർക്കൊക്കെ ഒന്ന് ഫോട്ടോ ആക്കി പോസ്റ്റ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടെന്ന് അറിയാം. അതിനിടയ്ക്ക് പുള്ളിയുടെ ഒരു പരിചയക്കാരിനെ കണ്ടു, സംസാരിച്ചു, അവരുടെ കൂടിയും പുള്ളി ഫോട്ടോ എടുത്തു. എന്ത് മനുഷ്യനല്ലേ, ഭയങ്കര സിമ്പിൾ. എനിക്കതങ്ങനെ തോന്നിയത്. ഞാൻ എത്തണതിന് മുമ്പ് പുള്ളി ഇവിടെ എത്തിണ്ടിട്ടാ. അപ്പോൾ തൊട്ട് പുള്ളി സെൽഫിക്ക് പോസ് ചെയ്ത് തുടങ്ങിയാണ്. പുള്ളിയെ സമ്മതിക്കണം. നമ്മൾ തേടി നടന്ന പുള്ളിനെ ഇപ്പോഴാണ് കൺമുമ്പിൽ കണ്ടത് കേട്ടാ. പുതുപ്പള്ളി കേശവൻ. ഞാൻ ഇവൻ്റെ വലിയ ഫാനാണ്. ഇവൻ്റെ തലയെടുപ്പ് ഞാൻ കണ്ട് അന്തം വിട്ട് പോയിട്ടുണ്ട്. ഈ നിൽക്കണവരൊക്കെ ഒന്നിനൊന്നും മെച്ചുള്ള ആൾക്കാർ തന്നെ കേട്ടാ. പക്ഷേ അവനെ കാണുമ്പോൾ കണ്ട ഒരു സ്പെഷ്യൽ ആളാണ് അവൻ. അവനോട് നിൽക്കാനൊന്നും പ്രത്യേകിച്ച് പറയണം വേണ്ട, വെറുതെ ഒന്ന് തുമ്പിമൊന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആളുടെ ഒരു നിൽപ്പുണ്ട്. ആളൊരു ഗുണ്ടുമണിയാണ്. ആളുടെ മസ്തകം എന്നൊക്കെ പറയുന്നത് വലിയ ഭയങ്കര തടിച്ചിട്ടാണ്. പക്ഷെ പുള്ളി അതൊക്കെ പൊക്കിയിട്ട് ഒരു നിലവങ്ങ് നിൽക്കും. പുള്ളിയുടെ ആ നിൽപ്പ് കണ്ട് ഫാനായി മാറിയതട്ടെ ഞാൻ. തിരക്കൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പോൾ കുറച്ചുകൂടി വീഡിയോസ് എടുക്കാം. ഇവരുടെ വീഡിയോസൊക്കെ എടുക്കാൻ എന്താല്ലേ, എത്ര എടുത്താലും നമുക്ക് മതി വരില്ല. ഏത് പ്രായക്കാരായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് കൂടെ ഒരു ആന പോകുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് എത്തി നോക്കാത്തവരാരുമില്ല.
നമ്മുടെ കളക്ടർ സാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേ പുള്ളിയാണിപ്പോൾ ഭക്ഷണം ആനയ്ക്ക് കൊടുക്കണം. പുള്ളിയുടെ അടുത്തേക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. വേണ്ടിയും ഒന്ന് തുമ്പി പൊക്കി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഭക്ത ആനക്കാരുടെ ശ്രദ്ധയ്ക്ക് 1 മിനിറ്റ് എല്ലാ ആനയും പേരെടുത്ത് വളരെ നന്നായിരുന്നു. 1 മിനിറ്റ് ഒന്ന് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാ ആനകളും തുമ്പി നോക്കുന്നുണ്ട്. എല്ലാ ആനക്കാരും സഹായിക്കണം. എല്ലാ ആനകളും തുമ്പി നോക്കുന്നുണ്ട്. വടക്കുന്ന ആന വണങ്ങുകയാണ്. ജനങ്ങൾ ആനകളെ ശല്യം ചെയ്യരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആനകൾ തുമ്പി വെച്ച് വടക്കുന്നതിനെ വണങ്ങുകയാണ്. ആ സമയത്ത് ശല്യം ചെയ്യരുത്. എല്ലാ ആനകളും തുമ്പി വെച്ച് വടക്കുന്നതിനെ വണങ്ങുന്ന സമയത്ത് ഭക്താനങ്ങളും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആനകളെ അലോസരപ്പെടുത്തരുത് പ്ലീസ്. ആനകളെ ശല്യം ചെയ്യരുത്. എല്ലാ ആനകളും ഒരേ സമയം തുമ്പി വെക്കി വടക്കുന്നതിനെ വണങ്ങുകയാണ്. ഈ ഒരു കാഴ്ച എവിടെ നിങ്ങൾക്ക് കിട്ടില്ല. ഒരു 60 തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ദിവ്യപിള്ളയും വളരെ അടുത്ത് കാണാൻ പറ്റി. വോളണ്ടിയർമാരുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ തൃശ്ശൂർ മേയറിനും കിട്ടിയിട്ടോ കൺമുമ്പിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. രാവിലെ 5 മണിക്ക് ഗണപതി ഹോമവും 7 മണിക്ക് ഗജപൂജയും കഴിഞ്ഞ് 63 ആനകളും